മനുഷ്യരിലേക്ക് ഗുണകരവും ദോഷകരവുമായ കാര്യങ്ങൾ വരുന്നതിന് മുൻപായി പ്രകൃതി തന്നെ അതിൻ്റെ പല സൂചനകളും നൽകാറുണ്ട് എന്നുള്ളത് വളരെ വലിയ ഒരു വാസ്തവമാണ്. അപ്രകാരം നോക്കുമ്പോൾ ശകുനശാസ്ത്രമനുസരിച്ച് ചില ജീവികൾ നമ്മുടെ കൺമുൻപിൽ വന്ന് പ്രത്യക്ഷപ്പെടുന്നത് ചില സമയങ്ങളിൽ ശുഭസൂചനയും ചില സമയങ്ങളിൽ അശുഭ സൂചനയുമായിരിക്കും. എന്നാൽ നിങ്ങളിലേക്ക് സാമ്പത്തികമായിട്ടുള്ള വളരെ വലിയ നേട്ടങ്ങളും നിമിഷ നേരങ്ങൾക്കുള്ളിൽ അപ്രതീക്ഷിതമായ ചില ധനവരവും ഉണ്ടാകുവാൻ പോകുന്നതിന് മുൻപ് നിങ്ങളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്ന ചില ജീവികളുണ്ട്. ഈ ജീവികൾ പ്രത്യക്ഷപ്പെടും എന്നുള്ളത് മാത്രമല്ല, മറ്റു ചില കാഴ്ചകൾ കൂടി ഇത്തരത്തിൽ ഒരു സൗഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കുന്ന സമയത്ത് നിങ്ങൾ കാണുവാനിടയാകും. ചുരുക്കി പറഞ്ഞാൽ, നിങ്ങൾ ഇത്തരത്തിൽ ഒരു കാഴ്ച കണ്ടതിന് ശേഷം ഒരു ലോട്ടറി എടുത്താൽ പോലും അതിൽ നിന്ന് ഒരു ഭാഗ്യസമ്മാനം നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളത് ശരിയായ ഒരു വസ്തുതയാണ്. ഈ ഒരു അനുഭവം ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവരും നിരവധിയാണ്. അപ്പോൾ നിങ്ങളിലേക്ക് അപ്രതീക്ഷിതമായ ധനവരവുണ്ടാകുന്നതിന് മുൻപ് മാത്രം നിങ്ങളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്ന ജീവികൾ ഏതൊക്കെയാണ് എന്നുള്ളതും, അതുപോലെ തന്നെ നിങ്ങൾ കാണുവാനിടയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറ്റു ചില ലക്ഷണങ്ങളെ പറ്റിയും ഇന്നത്തെ അധ്യായത്തിൽ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇതിൽ ആദ്യമായി നിങ്ങൾക്ക് ലോട്ടറി ഭാഗ്യം വരുന്നതിന് മുൻപും അതുപോലെ തന്നെ മറ്റുള്ള ഏതെങ്കിലും വഴികളിലൂടെ സാമ്പത്തിക ഉന്നമനം വളരെ പെട്ടെന്ന് ലഭിക്കുവാൻ പോകുന്നതിന് മുൻപും കാണുന്ന ഒരു സൂചന എന്ന് പറയുന്നത് നിങ്ങളുടെ വീടിൻ്റെ ഒരേ ഭാഗത്ത് തുടർച്ചയായി 3 പല്ലികളെ ഒരുമിച്ച് കാണുന്നതാണ്. ഈ പ്രകാരം ഒരു കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ലക്ഷ്മി ദേവി നിങ്ങളുടെ ഭവനത്തെ കടാക്ഷിച്ചിരിക്കുന്നു എന്നും, ഈ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിൽ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു ധനനേട്ടം നിങ്ങൾക്ക് കൈവരുമെന്നും നിങ്ങൾ മനസ്സിലാക്കുക. അതിനാൽ തന്നെ ഇപ്രകാരം ഒരു കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ ലഭിക്കുമെന്നുള്ള ഉറപ്പോടെ നിങ്ങൾക്ക് ലോട്ടറി ഭാഗ്യം വരെ പരീക്ഷിക്കാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ ദീപാവലി ദിനത്തിൽ നിങ്ങളുടെ വീട്ടിലെ തുളസിക്ക് ചുറ്റും 3 പല്ലികളെ ഒരുമിച്ച് കാണുകയാണെങ്കിൽ അതും അതീവ ശുഭകരമായ ഒരു ലക്ഷണമാണ്. ഇപ്രകാരം ഒരു കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഉടനടി ഒരു ധനവരവ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതായത് നിങ്ങളെ അലട്ടിയിരുന്ന കടബാധ്യതകൾ എത്രയാണെങ്കിലും നിമിഷ നേരം കൊണ്ട് അതെല്ലാം വീട്ടുവാൻ തക്കതായ സാമ്പത്തിക നേട്ടം നിങ്ങൾക്ക് കൈവരുമെന്നുള്ളതിൽ സംശയമേ വേണ്ട. ഇനി രണ്ടാമതായി നിങ്ങളിലേക്ക് അപ്രതീക്ഷിതമായി വളരെ വലിയ ഒരു ധനവരവ് ഉണ്ടാകുന്നതിന് മുൻപ് നിങ്ങളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്ന ജീവികളാണ് കറുത്ത ഉറുമ്പുകളും കുരുവികളും. ഇതിൽ ഏറ്റവും വലിയ ഒരു പ്രത്യേകത, ഈ 2 ജീവികളെയും നിങ്ങൾ ഒന്നിച്ച് തന്നെ കാണുകയാണെങ്കിലായിരിക്കും നിങ്ങളിലേക്ക് ഇത്തരത്തിൽ ഒരു ധനവരവ് ഉണ്ടാവുവാൻ പോകുന്നത് എന്നുള്ളതാണ്. അതായത് കറുത്ത ഉറുമ്പുകൾ നിരനിരയായി നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തോ നിങ്ങളുടെ വീടിന് അകത്തേക്കോ കയറി വരികയും അതിനോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു ചെറിയ പക്ഷി ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഭാഗ്യമുറപ്പിക്കാം. ലക്ഷ്മി ദേവിയുടെ കടാക്ഷവും സർവ ഐശ്വര്യവും നിങ്ങളുടെ ഭവനത്തെ തുണച്ചിരിക്കുന്നു എന്നും, നിങ്ങളുടെ ശ്രമം പുറകിലുണ്ടെങ്കിൽ വളരെ വലിയ നേട്ടം നിങ്ങൾക്ക് ഉണ്ടാകുമെന്നുള്ളതും മാറ്റമില്ലാത്ത സത്യമാണ്.
ഇനി അടുത്തതായി നിങ്ങളിലേക്ക് അപ്രതീക്ഷിതമായി പണം വന്നു ചേരുന്നതിന് മുൻപായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ഒരു സൂചനയാണ് നിങ്ങളുടെ വലത് കൈ തുടർച്ചയായി ചൊറിയുന്നത്. ഇത്തരത്തിൽ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണം കൈവരും എന്നുള്ളത് അച്ചിട്ടാണ്. പക്ഷേ ഇതിൽ മറ്റൊരു വസ്തുത കൂടിയുണ്ട്. അതായത് നിങ്ങൾക്ക് വലത് കൈ തുടർച്ചയായി ചൊറിച്ചിൽ അനുഭവപ്പെടുമ്പോൾ നിങ്ങൾ കൈ ചൊറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഗുണഫലങ്ങൾ ലഭിക്കുകയില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ചൊറിച്ചിൽ എത്ര അനുഭവപ്പെട്ടാലും നിങ്ങൾ പരമാവധി വലത് കൈ ചൊറിയാതിരുന്നിട്ടുണ്ടെങ്കിൽ സമ്പത്ത് നിങ്ങളിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. ഇനി അടുത്തതായി നിങ്ങളിലേക്ക് അസാമാന്യമായ ഒരു സാമ്പത്തിക നേട്ടം വരുന്നതിന് മുൻപായി നിങ്ങൾ കാണുവാനിടയുള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത്, അതിരാവിലെ നിങ്ങൾ ഉറക്കമുണർന്ന് എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ കൊണ്ടുവന്ന് വെച്ചതല്ലാത്ത ഒരു ശംഖ് കാണുകയോ അതല്ല എന്നുണ്ടെങ്കിൽ ശംഖിൻ്റെ ശബ്ദം കേൾക്കുകയോ ചെയ്യുന്നതാണ്. ഇപ്രകാരം ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യവും നിങ്ങളിലേക്ക് വരുവാൻ പോകുന്ന സാമ്പത്തിക നേട്ടങ്ങളെയും തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഒരു ദിവസത്തിൻ്റെ തുടക്കത്തിൽ ആദ്യമായി വീടിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന ആദ്യത്തെ കാഴ്ചയായി കരിമ്പ് കാണുകയാണെങ്കിൽ അതും വളരെയധികം ഭാഗ്യമാണ് സൂചിപ്പിക്കുന്നത്. സർവ സമ്പൽ സമൃദ്ധിയും നിങ്ങളുടെ ഭവനങ്ങളിൽ നിറയുമെന്നും ദാരിദ്ര്യമെല്ലാം അകലും എന്നുള്ളതും ആണ് ഇത് അർത്ഥമാക്കുന്നത്. ഇനി അടുത്തതായി നിങ്ങൾ ഉറങ്ങുമ്പോൾ കാണുന്ന ചില സ്വപ്നങ്ങൾ അതിസമ്പന്നതയെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് നിങ്ങൾ ഉറങ്ങുമ്പോൾ സ്വപ്നത്തിൽ ചൂല്, മൂങ്ങ, കുടം, ആന, മാങ്ങ, ശംഖ്, പല്ലി, നക്ഷത്രം, പാമ്പ്, റോസാപ്പൂവ് എന്നിവ കാണുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ ഭവനത്തെ ഭാഗ്യം തുണച്ചിരിക്കുന്നു എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിലനിന്നിരുന്ന തടസ്സങ്ങളെല്ലാം അപ്രത്യക്ഷമാവുകയും വലിയ ഒരു സാമ്പത്തിക നേട്ടം നിങ്ങൾക്ക് കൈവരികയും ചെയ്യും. അതോടൊപ്പം തന്നെ സ്വപ്നത്തിൽ ഒരു മൺകുടത്തിൽ നിറയെ സ്വർണ്ണ നാണയം ഇരിക്കുന്നതായോ അതുപോലെ തന്നെ വളരെ ഉയരമുള്ള ഒരു മരത്തിലേക്ക് ഏതെങ്കിലും ഒരു വ്യക്തി കയറുന്നതായോ ഏതെങ്കിലും ഒരു സ്ത്രീ നൃത്തം ചെയ്യുന്നതായോ സ്വപ്നത്തിൽ കാണുകയാണെങ്കിൽ അത് നിങ്ങളുടെ കാര്യവിജയത്തെയും സാമ്പത്തിക നേട്ടങ്ങളെയും തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി ഏറ്റവും അവസാനമായി നിങ്ങളുടെ ഭവനത്തിൽ ദാരിദ്ര്യം എല്ലാം അകന്ന് വളരെ വലിയ ഒരു ധനവരവ് ഉണ്ടാകുന്നതിന് മുൻപായി നിങ്ങൾ കാണുവാൻ ഇടയുള്ള ഒരു ജീവിയാണ് ഉപ്പൻ അഥവാ ചെമ്പോത്ത് എന്ന പക്ഷി. പ്രത്യേകിച്ച് ഉപ്പൻ എന്ന പക്ഷി രണ്ടെണ്ണമായി കാണുകയാണെങ്കിൽ ഫലം ഇരട്ടിക്കുമെന്നുള്ളതാണ് വിശ്വാസം. സാമ്പത്തിക നേട്ടങ്ങൾ മാത്രമല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും ഉടനടി നടക്കുമെന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. എന്തു തന്നെയായാലും നിങ്ങളിലേക്ക് ഒരു ഭാഗ്യം വരുന്നതിന് മുൻപ് തന്നെയായിരിക്കും ഉപ്പൻ എന്ന പക്ഷി നിങ്ങളുടെ മുൻപിലോ നിങ്ങളുടെ വീട്ടുപരിസരത്തോ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള ഏത് ജീവികളെ ആണെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവയെ ഉപദ്രവിക്കുവാൻ പാടില്ല. കഴിയുമെങ്കിൽ അവയ്ക്ക് ആഹാരം നൽകി പറഞ്ഞയക്കുക. മാത്രമല്ല, ഈ അദ്ധ്യായത്തിൽ പറഞ്ഞ തരത്തിലുള്ള ഏതെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഭാഗ്യം ആവശ്യമുണ്ടെന്ന്
നിങ്ങൾ തന്നെ കരുതുന്ന കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അത് എന്തൊരു കാര്യമാണെങ്കിലും അതിൽ നിന്ന് നിങ്ങൾക്ക് നേട്ടങ്ങൾ തന്നെയായിരിക്കും ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും അനുഭവം ഉള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും എഴുതി അറിയിക്കുക. ഈശ്വരൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.